ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഡൊമിനോറിൻ്റെ ടയർ ചേഞ്ച് ചെയ്യാനായിട്ട് പോകാനായിട്ടോ. അപ്പോൾ ഈ ടയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് കറക്റ്റ് ഒരു 15,000 കിലോമീറ്റർ അടുപ്പിച്ച് ആവാറായിട്ടുണ്ട്. 600 സംതിങ് എന്തോ ആയിട്ടുണ്ട് കിലോമീറ്റർ. സോ നമ്മളിപ്പോൾ ടയർ ചേഞ്ച് ചെയ്യാനായിട്ട് പോകാനായിട്ടോ. ഫ്രണ്ടും ബാക്കും പെയറായിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോകണം. അപ്പം ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ കിടക്കുന്ന ടയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ടയറാണ് കേട്ടോ. അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോ ആണ്. സോ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തടത്താണ് ബെല്ലൈക്കൺ എനേബിൾ എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് കയറി പവറേഷ് കേട്ടോ. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ വണ്ടിയായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ സംശയങ്ങളും അവിടെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ കേട്ടോ. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ ഡൊമിനോറിൻ്റെ നിലവിലത്തെ കണ്ടീഷൻ കേട്ടോ. അത് നമ്മുടെ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും. നമ്മുടെ ഡൊമിനോറിൻ്റെ ടാങ്കും പിന്നെ നമ്മുടെ ആ സൈഡിൽ വരുന്ന ഫെയറിങ് കാര്യങ്ങളൊക്കെ നമ്മളൊരു പെയിൻറ്റ് വർക്ക്ഷോപ്പിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഡൊമിനോർ റിവീലിംഗ് ടൈമിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. എന്ത് തരം ഗ്രാഫിക്സാണ് നമ്മളതിൽ ചെയ്യുന്നതെന്നും പെയിൻറ്റ് സ്കീമും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഇന്ന് നമ്മുടെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ടയർ ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡൊമിനോറിന് കംപ്ലീറ്റ്ലി നമ്മൾ മെയ്ഡ് ചെയ്യാൻ പോവുകയാണെന്ന്. സോ നമ്മൾ കംപ്ലീറ്റ്ലി മേക്ക് ചെയ്യണതിൻ്റെ ഒരു അടുത്ത ഭാഗം നമ്മുടെ ടയറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ കിടക്കുന്ന ടയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ടയറാണ്. ബാക്കിൽ 130 70 17, ഫ്രണ്ടിൽ 100 80 17 ഇപ്പോൾ നമുക്ക് സ്റ്റോക്കായിട്ട് ഈ വണ്ടിയിൽ കിടക്കുന്ന ടയർ കേട്ടോ. MRFൻ്റെ ടയറാണ്. ഭയങ്കര മോശം ടയറാണ് കേട്ടോ. ഭയങ്കര മോശം എന്ന് പറയാനില്ല, പക്ഷേ ലൈഫില്ല കേട്ടോ. ഫ്രണ്ട് ടയർ നിങ്ങൾ നോക്കി കാണാം. ഫ്രണ്ട് ടയർ ഇനിയും ത്രെഡുണ്ട്, അത്യാവശ്യം നല്ല ത്രെഡുണ്ട് കേട്ടോ. ഫ്രണ്ട് അത്യാവശ്യം നല്ല ത്രെഡ് തന്നെ ഉണ്ട്, ഓടാനുണ്ട് കേട്ടോ. ഫ്രണ്ട് ഇനി എങ്ങനെ പോലും 10-15 കിലോമീറ്റർ ഫ്രണ്ട് ഓടും. പക്ഷേ ബാക്ക് കണ്ടോ, ബാക്കിലത്തെ ടയറിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ് കേട്ടോ. സൈഡിൽ മാത്രമേ ത്രെഡുള്ളൂ, നടുക്ക് മുട്ടക്കുന്നുപോലായി കിടക്കുകയാണ് കേട്ടോ. നല്ല മുട്ട അഴിച്ച് കിടക്കുകയാണ് നടുക്ക്. അപ്പം തെഞ്ഞാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് കേട്ടോ മഴ സമയത്തൊക്കെ. അതുകൊണ്ട് മാത്രമല്ല, എന്തായാലും ടയർ ചേഞ്ച് ചെയ്യണമല്ലോ. 130 ബാക്കിൽ വരണം. അപ്പോൾ നമ്മൾ അപ്സൈസ് ചെയ്താൽ വേറൊരു ടയർ ഉണ്ട്. അതായത് 140 ടയറാണ് നമ്മൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോണത്. 140 70 17 ടയറാണ് ബാക്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. ഫ്രണ്ടിലാണെങ്കിൽ 110 80 17 ഫ്രണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. അപ്പം രണ്ടിലും ഒരു സൈസ് വെച്ച് കൂടെയാണ്, അതായത് 10 കൂടെയാണ് കേട്ടോ. 130 140 അങ്ങനെ ഉണ്ട്, 100 110 അങ്ങനെ ഉണ്ട്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ അപ്പോളോയുടെ ട്രാംപ്ലർ എന്ന് പറയുന്ന ടയറാണ് കേട്ടോ. അത് സംഭവം അതിലോട്ട് ഞാൻ പോകാൻ കാരണമുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലും പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കുറേ പേര് നമ്മളെടുത്ത് റെഫർ ചെയ്ത ഒരേ ഒരു ടയറാണ് കേട്ടോ. നമ്മുടെ ടയറിൻ്റെ ഫോട്ടോ എന്നാലും ഞാൻ അവിടെ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പം എനിക്കും ആ ടയർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ലുക്ക് വൈസ് ഭയങ്കര ഒരു വലിയ ലുക്കൊന്നും ആ ടയർ തരൂല്ലെങ്കിലും പെർഫോമൻസ് പക്കയാണ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടി നമ്മളൊരു സ്പോർട്സ് ടൂറർ ആക്കാൻ പോവുകയാണ്. അതായത് കാണാനായിട്ടൊരു സ്പോർട്സ് ലുക്കും പക്ഷേ കുറച്ച് ടൂറിങ് ടൈപ്പ് സെറ്റപ്പൊക്കെ നമ്മൾ ചെയ്യുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ടയറൊക്കെ ചേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു ടയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ലോങ് ഒക്കെ പോകാനായിട്ട് പറ്റും. പിന്നെ അത്യാവശ്യം ലൈഫും കിട്ടും കേട്ടോ. ഞാൻ ലൈഫ് കണ്ടിട്ടല്ല ഇടുന്നത്. ആ ഒരു കോർണറിങ് സ്റ്റെബിലിറ്റിയും വണ്ടിയുടെ ആ ഒരു പെർഫോമൻസും ഒക്കെ പക്കയാണെന്നാണ് എല്ലാവരും പറയണം കേട്ടോ. യൂസ് ചെയ്യുന്ന പയ്യന്മാരെല്ലാവരും പറയണം അതാണ്. മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാം, ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ബെസ്റ്റ് ടയർ ഏതാണ്. അപ്പം എല്ലാവരും ലൈക്ക് അടിച്ച ഒരേ ഒരു ടയർ നമ്മുടെ അപ്പോളോ ട്രാംപ്ലർ ആണ് കേട്ടോ. സോ നമ്മൾ ടയർ ചേഞ്ച് ചെയ്ത് അപ്പോളോ ട്രാംപ്ലർ നമ്മൾ ഡൊമിനോർ 250 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനേക്കാളും നല്ല ടയറുകളുണ്ട്. അതായത് അപ്പോളോ ആൽഫ H1 അങ്ങനത്തെ ടയറുകളൊക്കെ ഉണ്ട്. അത് പെയർ വരുമ്പോൾ നമുക്കൊരു 11 രൂപ അടുപ്പിച്ച് വരും കേട്ടോ, ആ ഒരു അപ്പോളോ ആൽഫ H1. പക്ഷേ ഇത് പെയർ വരുമ്പോൾ ഏകദേശം ഒരു 5000 നമുക്ക് നിൽക്കും പെയർ, ഫ്രണ്ടും ബാക്കും ആകുമ്പോൾ. പക്ഷേ അത് നല്ല ടയറാണ് കേട്ടോ. അപ്പോളോ ട്രാംപ്ലർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടയറാണ്. നമ്മൾ ടയർ മാറാൻ നമ്മുടെ നെയ്യാറ്റിൻകരയിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ടയർ മാറണം കേട്ടോ. സോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോകണമെങ്കിൽ പിന്നെ ടയറിനെ പറ്റി പറയാനായിട്ട് വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞത് തന്നെയാണ്. പിന്നെ ഫ്രണ്ട് ടയർ ഞാൻ മാറാനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ടയറിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 4-5 പഞ്ചറായിട്ടോ ഫ്രണ്ട് ടയറിൽ. സോ ഫ്രണ്ട് ടയർ ഇനിയും ഓടുന്നത് ഭയങ്കര അബദ്ധമാണ്. കാരണം ഒരിക്കൽ പഞ്ചർ ഒട്ടിച്ചെടുത്തുകൂടി പിന്നെ ലീക്കായിട്ട്. അപ്പം ഇനി അതിൽ പഞ്ചർ ഒട്ടിച്ചാൽ നിൽക്കില്ല കേട്ടോ. ഒരു 3-4 ദിവസമൊക്കെ എയർ നിൽക്കുന്നുള്ളൂ, പിന്നെ അത് പിന്നെയും എയർ താന്നു പോകും. അതുകൊണ്ട് നമുക്ക് എന്തായാലും ടയർ മാറി വണ്ടി പക്കയൊക്കെ എടുക്കാം കേട്ടോ. സോ നമുക്കിനി എന്തായാലും നമുക്ക് ടയർ മാറുന്നിടത്തോട്ട് പോകാം. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ നമുക്കിനി എന്തായാലും ടയർ മാറാനായിട്ട് പോകാം കേട്ടോ. ഇവിടെ ഒരു അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡും നൈസ് ട്രാക്ക് പോലെയൊക്കെ നമ്മളിവിടെ മഴയൊക്കെ പെയ്യുമ്പോൾ വന്ന് കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇത് അദാനിയുടെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് ടയറൊക്കെ ഇപ്പോൾ നല്ലവണ്ണം തെഞ്ഞറുണ്ട് കേട്ടോ. ബിക്കോസ് ഫ്രണ്ട് ടയറിൽ എയർ ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവെന്നല്ല, എയറില്ല കേട്ടോ ഫ്രണ്ട് ടയറിൽ. അപ്പം ഇതൊക്കെ മാറും. നമുക്കൊരു ഹാഫ് ആൻ അവർ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ എടുക്കും നമ്മളത് ഏറ്റവും പോയി ടയർ മാറുമ്പോൾ. അത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ടയറിൻ്റെ ഭാഗം ക്ലിയറായി
റൈഡിങ് കംഫർട്ടൊക്കെ പക്കയാകും കേട്ടോ. സോ നമ്മുടെ വണ്ടിയുടെ ലുക്ക് ഇതാണ് കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ വണ്ടിയുടെ ലുക്ക് ഇതിങ്ങനെ ചോട്ടിക്കുമ്പോൾ എന്ന് വെച്ചാൽ റോഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണണം കേട്ടോ. കുറേ പേര് നമ്മൾ ഇത് നോക്കിക്കൊണ്ട് ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണത് കേട്ടോ. അതായത് ഒരു ഡെഡ് ബോഡി കണക്കൊക്കെ ഇരിക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ വണ്ടി പവറാക്കി ഇറക്കാനുള്ള ചെറിയൊരു സാക്രിഫൈസ് അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്താൽ നമ്മൾ വണ്ടി പവറാക്കി ഇറങ്ങാം കേട്ടോ. എനിക്ക് പോകാൻ വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ. അതായത് എനിക്ക് വീട്ടിൽ വേറെ വണ്ടിയുണ്ട്, സ്പ്ലെൻഡർ ഉണ്ട്, അങ്ങനത്തെ ഒരു കമ്പ്യൂട്ടർ ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇതിൽ തന്നെ പോകണതിന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടിക്ക് വല്ലതും പറ്റുമ്പോൾ നമ്മൾ പിന്നെ വണ്ടീനെ കൊണ്ട് മാറ്റി വയ്ക്കാതെ അങ്ങ് ഇറങ്ങണതാണ് കേട്ടോ. അതായത് എൻ്റെ നല്ല കാലത്ത് ഇവൻ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവന് വയ്യാത്തപ്പോൾ ഞാൻ ഇവൻ്റെ കൂടെ തന്നെ കാണും കേട്ടോ. കാരണം ഞാൻ കാരണമാണ് ഇവൻ ഇങ്ങനെ വന്നത്. അപ്പം അതിൻ്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ. സോ നമുക്കിനി എന്തായാലും ടയർ മാറിനടുത്തോട്ട് എത്തിയിട്ട് കാണാം. ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ടയർ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്തായാലും ടയർ മാറാം. ബ്രോ നമ്മൾ ഇന്നലെ വന്ന് ടയറൊക്കെ കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ എടുക്കുന്ന ടയർ ഈ ഒരു സാധനമാണ് കേട്ടോ. ഈ സാധനമാണ് നമ്മളെടുക്കണം. ഉണ്ടാ ഇതല്ലേ ടയർ? ഇതാണ് സാധനം. അപ്പോളോ ട്രാംപ്ലർ ST 140/70/78 RR6. സോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. യൂസർ ഓഫ് എക്സ്പീരിയൻസ് പറയാം കേട്ടോ. കണ്ട ഒരു വ്യത്യാസം കണ്ട, രണ്ട് ടയർ തമ്മിലുള്ള വ്യത്യാസം കണ്ട. മിക്കുമ്പോൾ നൈസാവുമായിരിക്കും. എടുത്തു. ഇതിൻ്റെ ഫ്രണ്ട് ടയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ടയർ. ഇത് 110 തോന്നുന്നു. 110 എന്നൊക്കെ പറഞ്ഞു. അല്ല കേട്ടോ, ഇത് 180/17 കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇൻട്രോയിൽ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് 180/17 കേട്ടോ ഫ്രണ്ട്. അപ്പോൾ ബാക്ക് മാത്രമേ അപ്സൈസ് ചെയ്യുന്നുള്ളൂ, ഫ്രണ്ട് സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ. സോ നമുക്കിനി എന്തായാലും ടയർ മാറിയിട്ട് കാണാം കേട്ടോ. ഗായ്സ് ഈ കാണുന്ന ടയർ നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ കിടന്ന ടയറാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വിരിവുണ്ട് ഇപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ 140 സൈസിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. സംഭവം അലോയ് ചെറുതായതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ഇത്രയും ഷോക്കായിട്ട് കിടക്കണം കേട്ടോ. അലോയ് കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ ഈ ഒരു സൈസിന് നമുക്ക് കിട്ടുമായിരുന്നിട്ട്. ഇത് പക്ഷെ വലിയ വൃത്തിയായിട്ടില്ല കേട്ടോ. ഈ ഒരു ലുക്ക് ഉണ്ടോ, ഇത്രയും നമ്മളെ കഴിക്കാത്ത, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിൽക്കും കേട്ടോ. ഈ ഒരു ലെവലിനകത്ത് നിൽക്കും ഈ ഒരു ടയർ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ അലോയ് ഊരി എടുത്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ വണ്ടി ഇതാണ്ടോ ബാക്ക് വീലായി വെച്ചിട്ടുണ്ട്. ബാക്ക് വീൽ കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് പോകും കേട്ടോ. സോ നമുക്ക് എന്തായാലും ബാക്കി വർക്കാണ്. ഗൈസ് ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് ടയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ജാക്കിയുടെ പുറത്ത് നമ്മൾ USB സപ്പോർട്ടിലാണ് നിർത്തിയിട്ടുള്ളത്, ജാക്കിലാണ് നിർത്തിയിട്ടുള്ളത്. അപ്പം ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ടയറിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടിലത്തെ ടയർ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടെന്ന ഡോ ഇരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ടയർ കേട്ടോ. ഈ ഇരിക്കുന്ന അപ്പോളോ ട്രാംപ്ലറിൻ്റെ ടയറാണ്. ഇത് 180/17 ആണ് കേട്ടോ ഈ ഒരു ടയർ സൈസ് പറഞ്ഞത്. പക്ഷേ വീഡിയോയിൽ 110/80/17 എന്നാണ് പറഞ്ഞിരുന്നത്. സോ ഇത് 180/17 ആണ് കേട്ടോ. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് ടയറിൻ്റെ വർക്ക് കണ്ടോ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എവിടെയെങ്കിലും പോയി വണ്ടിയുടെ ചെയിൻ ഒന്ന് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ലുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ലുക്ക് മനസ്സിലാവും. നമുക്ക് എവിടെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ വീഡിയോ എടുക്കുന്ന സ്പോട്ടിൽ പോയിട്ട് നമുക്ക് എന്തായാലും കറക്റ്റ് ഞാൻ കാണിച്ചു തരാം. കേസ് നമ്മളെ വണ്ടിയുടെ ടയർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഇട്ടിട്ടുള്ളത് 140/70/17 ബാക്കിലിട്ടുള്ള ടയർ സൈസ് കേട്ടോ. ഫ്രണ്ടിൽ വരുമ്പോൾ 180/17 ഫ്രണ്ടിലിട്ടുള്ള കേട്ടോ. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ 110 ഉണ്ടായിരുന്നത് കേട്ടോ. സംഭവം 110 അല്ല 100 തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നോക്കുമ്പോഴുള്ള ലുക്ക് കേട്ടോ. അതായത് ഒരു ബട്ടൺ ടയറിൻ്റെയൊക്കെ ആ ഒരു ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. ബാക്കിൽ നോക്കുമ്പം ഇതാണ് ലുക്ക് കേട്ടോ. പക്ഷേ ബാക്കിൽ ഭയങ്കരമായിട്ടൊരു ബൾക്കി ഫീലും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഒരു നോർമൽ ഫീൽ തന്നെയാണ് കേട്ടോ കിട്ടണം. ഒരു ബൾക്കി ഫീലായിരുന്നെങ്കിൽ നമുക്ക് ടെയിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലുക്ക് കിട്ടായിരുന്നു. പക്ഷേ ഇത് ഓക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വൈകാതെ ഇതിൽ ടെയിൽ കട്ട് ചെയ്ത് ബാക്കി വർക്കൊക്കെ ചെയ്യും കേട്ടോ. ടെയിൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അടുത്ത കുറച്ച് വീഡിയോ എന്നൊക്കെ പറയണം. അപ്പം ടെയിൽ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോണതും ഒരു യൂട്യൂബറിൻ്റെ അടുത്തോട്ടൊക്കെയാണ് കേട്ടോ. സോ നമുക്കിനി എന്തായാലും ഇവിടെ നിന്നൊക്കെ അങ്ങ് ഇറങ്ങാം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഓട്ടിച്ചിട്ട് ഞാൻ എക്സ്പീരിയൻസ് പറഞ്ഞു തരാം കേട്ടോ. ബ്രോ പോട്ടോ. ശരി, ഇവരാണ് നമ്മൾ ടയറൊക്കെ മാറി തന്നെ കേട്ടോ.
ഗൈസ് നമ്മളങ്ങനെ ടയറൊക്കെ മാറി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ടയർ മാറിയപ്പോൾ വണ്ടിയിൽ ഓടിക്കാനുള്ള ഫീലൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ ബാക്ക് ബ്രേക്ക് കുറച്ച് കുറവാണ് കേട്ടോ. അതൊന്നിനി ഫ്ലൂഡ് ചെയ്ത് കുറച്ച് പമ്പൊക്കെ ചെയ്തെടുക്കണം കേട്ടോ. ബാക്കും ഫ്രണ്ടും ഫ്ലൂഡ് ചെയ്യാൻ കിടക്കുകയാണ്. കാരണം ഫ്രണ്ട് കുറച്ച് നല്ല കെയർ ഇട്ടുണ്ട് കേട്ടോ ലിവർ. അപ്പം രണ്ടും ഫ്ലൂഡ് ചെയ്യാൻ കൊടുക്കുന്നിടത്ത് നമുക്ക് പമ്പ് ചെയ്തെടുക്കണം. സോ നമ്മളിതാ ഇനി കുറച്ച് ദൂരം ഓട്ടിച്ചിട്ട് ബാക്കി ഞാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ. നമുക്കിനി എന്തായാലും സിറ്റി വരെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇവിടെ നിന്ന് സിറ്റി വരെ ഏകദേശം ഒരു 10-22 കിലോമീറ്റർ ആണ്. അപ്പം അത്രയും ഓട്ടിച്ചിട്ട് വന്നിട്ട് ഞാൻ എക്സ്പീരിയൻസ് പറയാം. അപ്പം കുറച്ച് കിലോമീറ്റർ അടിച്ച് വരുമല്ലോ. കോർണറിങ്ങൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് യൂസ് ചെയ്യണം ബൈമാരെന്നൊക്കെ പറഞ്ഞാൽ അവന്മാർ പറഞ്ഞ വെച്ചാൽ അത്യാവശ്യം നല്ല ടയറാണ്, പൊളിയാണ്, ഓക്കെ ആണെന്നൊക്കെയാണ് പറഞ്ഞ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും ആ ഷോപ്പിലിരിക്കുവാണ്. നമ്മൾ നാളെ ചെന്ന് എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ചെന്ന് എടുക്കണം. കാരണം ഒരു പയ്യനെ കൂടെ കൊണ്ടുപോയി എടുക്കാൻ പറ്റും, ഒറ്റയ്ക്കൊന്നും എടുക്കാൻ പറ്റൂല കേട്ടോ. ഒറ്റയ്ക്ക് എടുക്കാമെന്ന് വെച്ചാൽ ഷർട്ടിലൊക്കെ ഇതാവും, കരിയാവും. അതുകൊണ്ടാണ് ഞാൻ ചെന്നെടുക്കാത്ത. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് വരുമായിരുന്നു. എന്തായാലും നമുക്കിനൊരു പയ്യനാണ് കൊണ്ടുപോയി എടുക്കാം. സോ നമുക്കിനി എന്തായാലും നമ്മൾ ആ വീഡിയോ എടുക്കുന്ന സ്പോട്ടിലോട്ട് എത്തിയിട്ട് കാണാം കേട്ടോ. കുറച്ച് ഓട്ടിച്ചിട്ട് വന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. വാവ് ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയിൽ ടയറൊക്കെ മാറി ഇപ്പോൾ ഒരു ബൈപ്പാസിൻ്റെ സൈഡിലായിട്ട് നിൽക്കാൻ കേട്ടോ. ഇപ്പോൾ ടയർ മാറി ഞാൻ ഏകദേശം 32 കിലോമീറ്റർ അടുപ്പിച്ച് ഞാൻ ഇപ്പോൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സിറ്റിയിൽ പോയി പിന്നെ അവിടെ നാറ്റിങ്ങൽ ഒന്ന് പോയിട്ടൊക്കെ പറഞ്ഞ വഴിയാണ്. സോ ഞാൻ ഇപ്പോഴെന്നെ ഇറങ്ങി എക്സ്പീരിയൻസ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ടയർ കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഞാൻ കോർണറിങ് അടിച്ചേട്ടോ. അതായത് കുറച്ച് ഗ്യാപ്പ് റൂട്ടൊക്കെ കയറുണ്ടായിരുന്നു. ഞാൻ കോർണറിങ്ങൊക്കെ ഇഷ്ടംപോലെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ക സാധനം കേട്ടോ. പക്കയെന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവൽ സാധനമാണ്. പക്ഷേ എനിക്ക് ചെറിയ അബദ്ധം പറ്റി. ഞാൻ എൻ്റെ ചെയിൻ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ. പക്ഷേ ഞാൻ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും പോകണമെങ്കിൽ ചെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. സോ ടയറിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോളോ ട്രാംപ്ലർ S1 എന്ന് പറയുന്ന ടയറാണ് കേട്ടോ. എന്തായാലും ടയറിൻ്റെ ക്യാപ്ഷനും ഡീറ്റെയിൽസും കാര്യങ്ങൾ ഞാൻ ഒരു പിക്കായിട്ട് കൊടുത്തിരിക്കാം. സോ പക്ക സാധനമാണ്, നൈസ് സാധനമാണ്, രക്ഷയില്ല കേട്ടോ. സോ നിങ്ങൾ ആരെങ്കിലും ടയർ മാറുന്നു, അതായത് നമുക്ക് ടയർ വച്ച് ഓടണം, ഷോ കാണിക്കാനല്ല, നമുക്ക് അത്യാവശ്യം ടൂറിങ്ങിനൊക്കെ അത്യാവശ്യം വേണമെന്ന് ഉപയോഗിച്ച്, അതായത് ആ ഒരു ഐഡിയയിൽ മാറുന്നവരാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ടയറാണ് അപ്പോളോ ട്രാംപ്ലർ കേട്ടോ. അതായത് ബെസ്റ്റ് ടയറാണ് കേട്ടോ. ഡൊമിനോർ 250ക്ക് ബെസ്റ്റ് ടയറാണ്. മാറുമ്പോൾ മാക്സിമം പെയറായിട്ട് മാറാനായിട്ട് നിൽക്കുക. പെയറായിട്ട് മാറിയാൽ മാത്രമേ ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ഇടണം. അടുത്ത വീഡിയോ നമ്മുടെ ഡൊമിനോറിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. പിന്നെ നമ്മുടെ ബാക്ക് ടൈൽ കട്ട് ചെയ്യണം. അതൊക്കെ ടൈൽ കട്ട് ചെയ്യുമ്പോൾ എന്തായാലും വെറൈറ്റി ഒരു വ്ളോഗൊക്കെ ആയിരിക്കും കേട്ടോ. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ഇടണം. അതുവരേക്കും ബൈ ബൈ.